ഇൻഡെക്സുകൾ ഫോളോ ചെയ്താലും ഇല്ലെങ്കിൽ സൈഡ് വേസ് പോകുകയാണെങ്കിലും അവിടെ വീഴാതെ അതിനെ പിടിച്ചു നിർത്തുന്ന ചില സ്റ്റോക്കുകളുണ്ട്. ഇന്ന് അതുപോലെ നമ്മൾ 2 സ്റ്റോക്കുകളിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെഡറൽ ബാങ്കും IOCയും നല്ലൊരു സ്ട്രോങ് മൂവ്മെന്റ് വന്നു. നിഫ്റ്റിയും നിഫ്റ്റി ബാങ്കും ഫിൻനിഫ്റ്റി എല്ലാം വീണില്ലേ. മിഡ് ക്യാപ്പ് തന്നെ വീഴുകയും ഒരു സൈഡ് വേസ് ലെവലിൽ സസ്റ്റെയിൻ ചെയ്ത് നിന്നിട്ടും അതിനെ പിടിച്ചെടുത്ത് കുറെ അധികം സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. ബട്ട് എന്നാൽ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫെഡറൽ ബാങ്കും IOCയും ആയിരുന്നു. അതിൽ നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് നമ്മൾ ഒരുമിച്ച് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ നമ്മൾ ഒരുമിച്ചിരുന്ന് ട്രെയിൻ മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ലൈവ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. അതും ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ. അപ്പോൾ ഇന്നത്തെ ലൈവ് നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ IOC എടുത്തതും ഫെഡറൽ ബാങ്ക് എടുത്തതും ആദ്യമേ നമ്മൾ മിഡ് ക്യാപ്പ് എടുത്തു, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻനിഫ്റ്റി നമ്മൾ തൊട്ടതേ ഇല്ല, കാരണം അതൊരു മൊമെന്റം തന്നെ തരുന്നില്ലായിരുന്നു. ഫിൻനിഫ്റ്റി ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫിൻനിഫ്റ്റി നമ്മൾ എടുത്തു, അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, ബാക്കി ഒന്നും തന്നെ തൊട്ടില്ല. ലേറ്റർ നല്ലൊരു പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു സിംഗിൾ ലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 12,000 to 15,000 പ്രോഫിറ്റ് സുഖമായിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചേനെ. അതിനോടൊപ്പം തന്നെ ഇന്ന് കുറേ അധികം ഓഫേഴ്സ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈവില്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെ നമുക്ക് ഒരുമിച്ച് ഇന്ന് ട്രേഡ് ചെയ്യാവുന്നതാണ്. സോ ഹിയർ ചാർട്ട്. സോ ഓൾമോസ്റ്റ് ഹിയർ നിഫ്റ്റി ഒരു വീഴ്ച വീഴുകയും നമ്മൾ എന്നാലും ആ ഒരു വീഴ്ച വീണപ്പോഴത്തേക്ക് ബെയറിഷ് സൈഡിലോട്ട് എൻട്രി എടുക്കുന്നില്ല എന്ന് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിൽ മാർക്കറ്റ് നല്ലൊരു ഫോൾ ഇന്ന് തന്നു. ബട്ട് എന്നാൽ അവിടെ നമ്മൾ ആ ഒരു ബെയറിഷ് സൈഡിൽ നമ്മൾ എൻട്രി എടുത്തിട്ടില്ലായിരുന്നു. നിഫ്റ്റി ബാങ്കിൽ നിന്ന് കാണിക്കുമോ? നിഫ്റ്റി ബാങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് നല്ലൊരു ഫോൾ തന്നെ വീണിട്ടുണ്ടായിരുന്നു. സി ഹിയർ ഈ ഒരു സെർട്ടൺ ലെവൽ, ഈ ഒരു ഹ്യൂജ് ക്യാൻഡിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ബട്ട് എന്നാൽ വേണ്ട, ടോട്ടൽ ട്രെൻഡ് ബുള്ളിഷ് ആണ്. നമ്മൾ അവിടെ ചാടി കയറിയിട്ട് ഈ ഒരു ചെറിയ ഫോൾ കണ്ടിട്ട് വേറെ സൈഡിലോട്ട് പോയിട്ട് പ്രോഫിറ്റ് ആ ഒരു പ്രോബബിലിറ്റി കുറവാണ് അവർ. അതായിരുന്നു നമ്മൾ അവിടെ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിഫ്റ്റി ബാങ്കിൽ. അതുപോലെ തന്നെ ഫിൻനിഫ്റ്റിയിൽ നമ്മൾ അത് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയും നമ്മൾ അനങ്ങിയിട്ടില്ലായിരുന്നു. മിഡ് ക്യാപ്പ് നമ്മൾ പിന്നെ ഓക്കെ ഫൈൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഒന്ന് ബുള്ളിഷ് ട്രേഡ് ഫസ്റ്റ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് നടന്നിട്ടില്ലായിരുന്നു. ഫിന്നിൽ നമ്മൾ ട്രേഡ് എടുത്തു, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. പക്ഷേ അപ്പോൾ തന്നെ ഞാൻ ടെലഗ്രാമിൽ നമ്മുടെ ആ ഒരു എലൈറ്റ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെയിറ്റ് ചെയ്യും, നിങ്ങൾക്കുള്ളൊരു ട്രേഡ് വരുന്നുണ്ട് എന്നുള്ളത്. 2 ട്രേഡ് വന്നു, 2ഉം ടാർഗറ്റ് ഹിറ്റ്. ഓൾമോസ്റ്റ് ലൈക്ക് ഫെഡറൽ ബാങ്ക് എക്സാക്ട്ലി 7.5 പോയി സ്ട്രൈക്ക് ചെയ്തൊരു സ്പൈക്കായിട്ട് നേരെ തിരിച്ചു വരികയായിരുന്നു. എല്ലാവരുടെയും എക്സിറ്റ് ആയിട്ടില്ലായിരുന്നു. ബട്ട് എന്നാൽ സ്റ്റിൽ 7.3 7ൽ കുറേ അധികം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ 7.3 റേഞ്ചിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതും ലൈവ് ആയിട്ട് തന്നെ ഇതെല്ലാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് പോകുമ്പോഴത്തേക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ നമ്മൾ ഈ രീതിയിലാണ് മാർക്കറ്റ് നിഫ്റ്റി ബാങ്ക് ഫിൻനിഫ്റ്റി നമുക്ക് കറന്റ് നിൽക്കുന്നത്. നാളെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യാം ഇതിനെ എന്ന് നോക്കുമ്പോഴത്തേക്ക് സി ഹിയർ നിഫ്റ്റി നമുക്ക് ഈ ഒരു സെർട്ടൺ ലെവൽ, അതായത് ഈ ഒരു പ്രീവിയസ് ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ടൈമിൽ 24,400 മുകളിൽ മാർക്കറ്റ് നാളെ വരികയാണെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു സെർട്ടൺ ലെവൽ ആണെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബുള്ളിഷ്നെസ് എന്ന രീതിയിൽ നമുക്ക് അതും കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു 24,350 മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ, നാളെ നിഫ്റ്റി വരികയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് ആകാം. അല്ലാത്ത പക്ഷം ട്രേഡ് എടുക്കേണ്ട കാര്യമില്ല, സൈഡ് വേസ് ആകാം, ബേറിഷ് ആയിക്കോട്ടെ, നമ്മൾ തൊടുന്നില്ല, വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം മാർക്കറ്റ് ഇപ്പോൾ ടോട്ടലി നല്ല ബുള്ളിഷ് സൈഡിലാണ്. നമ്മൾ നേരെ പോയിട്ട് വേറെ സൈഡിലോട്ട് എടുക്കാൻ പോയാൽ എന്ത് പറ്റും? പ്രോബബിലിറ്റി കുറവാണ് വിൻ ചെയ്യാനായിട്ടുള്ളത്. അതാണ് കാര്യം, വേറൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ സി ഹിയർ ഈ ഒരു സെർട്ടൺ ലെവൽ, അതായത് നമുക്ക് ഇന്നത്തെ ഹൈ തന്നെ കൺസിഡർ ചെയ്യാം. ഈ ഒരു സെർട്ടൺ ലെവൽ ആയിട്ടുള്ള 52,330 52,330 മുകളിലാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ബുള്ളിഷ് ആകാം. അതിനെ കൺസിഡർ ചെയ്ത് 52,600ഓളം നമുക്ക് ടാർഗറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും നിഫ്റ്റി ബാങ്കിൽ. നാളെ വെള്ളിയാഴ്ചയാണ്, നമുക്ക് നോക്കാം അത് എത്രത്തോളം റിട്ടേൺസ് തരും, ഇല്ല മൊമെന്റം തരുമെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫിൻനിഫ്റ്റിയും സെയിം സിറ്റുവേഷൻ. 23,620 630 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു റാലി കൺസിഡർ ചെയ്യാം. 23,700 23,800 അത്യാവശ്യം നല്ല ടാർഗറ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് 250 പോയിന്റ്സോളം സ്പോട്ടിൽ മൂവ് ചെയ്യാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട് ഫിൻനിഫ്റ്റിയുടെ കേസിൽ. അപ്പം മിഡ് ക്യാപ്പ് ഓൾമോസ്റ്റ് ലൈക്ക് സെർട്ടൺ ഈ ഒരു റേഞ്ച് നിൽക്കുകയാണ്. ഇത് ഇവിടുന്ന് ഇവിടം വരെ നമുക്കൊരു 12,520 വരെ എക്സ്പെക്ട് ചെയ്യാം. 12,520 വരെ എക്സ്പെക്ട് ചെയ്യാം. 100% കൺഫേം ഇല്ല, അത് അവിടെ വരെ മൂവ്മെന്റ് ചെയ്യാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം നാളെ ഇത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത്. നാളെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം, ഒരുമിച്ചിരുന്ന് ഏൺ ചെയ്യാം.